എല്ലാവർക്കും മല്ലു ഫുട്ബോളിന്റെ പുതിയൊരു എക്സ്ക്ലൂസീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു അധ്യായത്തിനാണ് ഇന്നലെ ടെക്സാസിലെ ഡാലസ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ലോകം മുഴുവനുമുള്ള ഫുട്ബോൾ ആരാധകരുടെ കണ്ണുകൾ ഒരൊറ്റ മനുഷ്യനിലേക്ക് ചുരുങ്ങിയ നിമിഷങ്ങൾ. 9-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി പാഴാക്കിയപ്പോൾ ഇനി എന്ത് എന്ന് ചോദിച്ചവർക്കുള്ള മെസ്സിയുടെ മറുപടി ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച റെക്കോർഡുകളിലൊന്നായിരുന്നു. ഫുട്ബോൾ മിഷിഹായുടെ ഇരട്ട ഗോളുകളുടെ കരുത്തിൽ കരുത്തരായ ഓസ്ട്രിയയെ 2-0 തകർത്ത് അർജന്റീന റൗണ്ട് ഓഫ് 32ലേക്ക് രാജകീയമായി യോഗ്യത നേടിയിരിക്കുകയാണ്. മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോളുകളും ബ്രസീലിയൻ ഇതിഹാസം മാർത്തയുടെ 17 ഗോളുകളും മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിൽ 18 ഗോളുകൾ നേടുന്ന ലോകത്തിലെ ഏക താരമായി മെസ്സി മാറിയ രാത്രിയാണിത്. ഒപ്പം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടുന്ന താരം എന്ന അപൂർവ നേട്ടവും അദ്ദേഹത്തെ തേടിയെത്തി. എന്നാൽ റെക്കോർഡുകളുടെ ഈ മഹാമേരുവിന് മുകളിൽ നിന്നുകൊണ്ട് മത്സരശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്നതും ആവേശഭരിതമാക്കുന്നതുമായിരുന്നു. മത്സരത്തിനു ശേഷം ടെലിമുണ്ടോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കടുത്ത പോരാട്ടത്തിനൊടുവിലെ വിജയത്തിന്റെ സന്തോഷവും ക്ഷീണവും മെസ്സിയുടെ മുഖത്ത് വ്യക്തമായിരുന്നു. ആ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ നിമിഷത്തെക്കുറിച്ചും തന്റെ പുതിയ നേട്ടങ്ങളെക്കുറിച്ചും വളരെ വികാരാധീനനായാണ് അദ്ദേഹം സംസാരിച്ചത്. അതിങ്ങനെയായിരുന്നു: ഈ നിമിഷങ്ങൾ ഞാൻ അങ്ങേയറ്റം ആസ്വദിക്കുന്നു. എന്റെ സഹതാരങ്ങൾക്കൊപ്പം ഇനിയും എത്ര ദൂരം മുന്നോട്ടു പോകാൻ എനിക്ക് കഴിയുമെന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയപ്പോൾ വലിയൊരു നിരാശ തോന്നിയിരുന്നു. ഒരുപക്ഷെ ആ കിക്ക് അപ്പോൾ ഗോളായി മാറിയിരുന്നെങ്കിൽ പിന്നീട് പിറന്ന ആ 2 മാന്ത്രിക ഗോളുകൾ എനിക്ക് നേടാൻ കഴിയുമായിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു. എന്ത് സംഭവിച്ചാലും തളരാതെ വീണ്ടും പൊരുതുക എന്നതാണ് ഫുട്ബോൾ. ഒരു യഥാർത്ഥ നായകനെപ്പോലെ ഈ ചരിത്ര വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും തന്റെ സഹതാരങ്ങൾക്ക് നൽകാൻ മെസ്സി മറന്നില്ല. അദ്ദേഹം പറഞ്ഞു, വ്യക്തിപരമായ നേട്ടങ്ങളെക്കാൾ ഉപരി ടീമിന്റെ ഈ നിർണായക വിജയത്തിലാണ് എനിക്ക് കൂടുതൽ സന്തോഷമുള്ളത്. ഇതൊരു ലോകകപ്പാണ്. ഇവിടെ ഓരോ മത്സരവും അങ്ങേയറ്റം കഠിനമാണ്. ഓസ്ട്രിയ വളരെ കരുത്തരായ ഒരു എതിരാളിയായിരുന്നു. ആദ്യ പകുതി മുതൽ അവർ ഞങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. പക്ഷേ ഞങ്ങളുടെ ഡിഫൻസും മിഡ്ഫീൽഡും ഒരുപോലെ അധ്വാനിച്ചതിന്റെ ഫലമാണിത്. ജൂലിയൻ ആൽവാരസും ലൗട്ടാരോയും നടത്തിയ നീക്കങ്ങൾ പ്രതിരോധ നിരയെ ഭേദിക്കാൻ വലിയ സഹായമായി. ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ നേടിയ ഈ 3 പോയിന്റുകൾ വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് തകർത്ത 38-ാം മിനിറ്റിലെ ആ മനോഹര ഗോളിനെക്കുറിച്ചും ലോക റെക്കോർഡ് സ്വന്തമാക്കിയ തന്റെ 18ാമത്തെ ലോകകപ്പ് ഗോളിനെക്കുറിച്ചും മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് ആ മഹാമാന്ത്രികൻ നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ വിനയം ഒരിക്കൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതായിരുന്നു. ലോകകപ്പിലെ ഏറ്റവും പ്രിയപ്പെട്ട ഗോൾ ഏതാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല. 90 മിനിറ്റ് നീണ്ട കടുത്ത പോരാട്ടത്തിനു ശേഷം ഞാൻ വല്ലാതെ തളർന്നിരിക്കുന്നു. തലച്ചോറിന് വിശ്രമം ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ ഈ നിമിഷം എന്റെ ടീമിനൊപ്പം ആസ്വദിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എന്റെ സഹോദരങ്ങൾക്കൊപ്പം ഡ്രസ്സിംഗ് റൂമിൽ പോയി ഈ ചരിത്ര വിജയം ആഘോഷിക്കാൻ എനിക്ക് തിടുക്കമായി. 39 വയസ്സ് തികയാൻ വെറും 2 നാൾ മാത്രം ബാക്കി നിൽക്കെ മെസ്സി ലോകത്തോട് വിളിച്ചു പറയുകയാണ് തന്റെ കാലുകളിലെ മാന്ത്രികത്തിന് പ്രായം ഒരു തടസ്സമേ അല്ല എന്ന്. അൾജീരിയക്കെതിരായ ആദ്യ മത്സരത്തിലെ ഹാട്രിക്കും ഓസ്ട്രിയക്കെതിരായ ഈ ഇരട്ട ഗോളുകളും നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അർജന്റീന വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ലയണൽ മെസ്സിയുമല്ല. മറ്റൊരു മനുഷ്യനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് പറന്നുയരുന്ന ഈ ചരിത്ര നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഈ ലോകകപ്പും അർജന്റീന തന്നെ സ്വന്തമാക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആവേശകരമായ ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫുട്ബോൾ പ്രേമികളായ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.